ഇനി 13-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ശംഖുകളും പെരുമ്പറകളും മൃദംഗങ്ങൾ തപ്പട്ടകൾ ഗോമുഖങ്ങൾ തുടങ്ങിയ വാദ്യങ്ങളും മുഴക്കപ്പെട്ടു. അവയുടെ ശബ്ദം കൂടിക്കലർന്ന് ദിക്കെങ്ങും വ്യാപിച്ചു. ഇനി 14-ാം ശ്ലോകത്തിൽ ഉടനെ വെള്ളക്കുതിരകളെ പൂട്ടിയ വലിയ തേരിലിരുന്ന് ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യശംഖങ്ങൾ മുഴക്കി. അത് കഴിഞ്ഞ് 15, 16, 17 അത് ഋഷികേശൻ. ആരാണ് ഋഷികേശൻ? ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖും ധനഞ്ജയൻ അഥവാ അർജുനൻ ദേവദത്തം എന്ന ശംഖും വയജനങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്ന വൃഗോദരൻ ഭീമൻ പൗണ്ഡ്രം എന്ന മഹാശംഖുമാണ് മുഴക്കിയത്. യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖും നകുല സഹദേവന്മാർ യഥാക്രമം സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖുകളും മുഴക്കി. അങ്ങനെ ഓരോ സൈന്യങ്ങളിൽ നിന്നും അവരവരുടെ ശംഖുകൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് 16 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. പിന്നെ 17, 18 ശ്ലോകങ്ങളിൽ എന്താന്ന് വെച്ചാൽ അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇതിപ്പോ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. മഹാവില്ലാളിയായ കാശി രാജാവ്, മഹാരഥനായ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, തോൽവി പറ്റാത്ത സാത്യകി, ദ്രുപദൻ, പാഞ്ചാലിയുടെ പുത്രന്മാർ, പിന്നെ ഇവരെല്ലാവരും അഭിമന്യു, അങ്ങനെ എല്ലാവരും കൂടി അവരവരുടെ ശംഖുകൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സഞ്ജയൻ ആരോട് പറഞ്ഞു? ധൃതരാഷ്ട്രോട് പറഞ്ഞു. ഇനി 19, അതാണ് 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. പിന്നെ 19-ാം ശ്ലോകത്തിൽ പറയുന്നത് ആ ഭീഷണമായ ശബ്ദഘോഷം ആകാശത്തെയും ഭൂമിയെയും മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട് ദുര്യോധനാദികളുടെ ഹൃദയങ്ങളെ പിളർന്നു. ഇനി 20-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിയൽ മാജിക്കൽ ഗീത വേർഡ്സ് ആണ്. അതാണ് അർജുന വിഷാദയോഗം. അർജുനനൊരു വിഷമം ഉണ്ടാവുകയാണ്. ആ വിഷമം എന്താന്ന് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അതിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശം അതാണ് ഇനി 20, 21, 22 എന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് യൂട്യൂബ് ഷോർട്ട്. ടിൽ ദെൻ ബൈ ഫ്രം വർഷാസ് ഡയറീസ്.